2026 കൂടി ലോകത്തെ അന്യഗ്രഹ ജീവികൾ വിഴുങ്ങും. വീണ്ടും ജ്യോതിഷി ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നു. മനുഷ്യർക്കും ഭൂമിക്കും ഒരേപോലെ തന്നെ ദോഷം വരുത്തുന്ന ശക്തമായ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് ആദ്യമായി തന്നെ ഇപ്പോൾ പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇതോടെ 2026 നടക്കാനിടയുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ് ബാബ വാങ്കെ നടത്തിയിരിക്കുന്നത്. ആഗോള ദുരന്തം 2026 മനുഷ്യർക്കും ഭൂമിക്കും ഒരേപോലെ തന്നെ ദോഷം വരുന്ന ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് ആദ്യ പ്രവചനം. അതിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉൾപ്പെടെ തന്നെ കഠിനമായ കാലാവസ്ഥകൾ ഭൂമി നേരിടേണ്ടി വരുമെന്നും ബാബ വാങ്കെ പ്രവചിക്കുന്നുണ്ട്. ഭൂമിയുടെ 7 മുതൽ 8% വരെ ഇത് ബാധിച്ചേക്കാം എന്നാണ് വാങ്കയുടെ അഭിപ്രായം. ഇതെങ്ങനെ തുടങ്ങുന്നു എന്നത് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആദ്യ സൂചനകൾ ഇതിനോടകം തന്നെ ദൃശ്യമായിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ പലരും വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും അതുവഴി വളരെ സാവധാനം പതിയെ 2026 എത്തുന്നതോടുകൂടി തന്നെ പല ദുരന്തങ്ങളും പല ഭയാനകമായ ഭൂകമ്പങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മുടെ ലോകത്ത് ഉണ്ടാകുമെന്നാണ് ഈ പ്രവചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധ സമയത്ത് പ്രകൃതിയാകട്ടെ പോഷകങ്ങൾക്ക് പുറമെ തന്നെ 2026 ഒരു വലിയ ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. 2025 ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ മാത്രമല്ല ഇറാൻ, ഇസ്രയേൽ, തായ്ലാന്റ്, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ബാബ വാങ്കയുടെ പ്രവചനം അനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ചൈന തായ്വാനിൽ ആക്രമണം അഴിച്ചുവിടുമെന്നും റഷ്യ യുഎസിനെയും അല്ലെങ്കിൽ റഷ്യയും യുഎസും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബാബ വാങ്കെ പറയുന്നത്. എന്നാൽ ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ റഷ്യയും യുഎസും തമ്മിലുള്ള അതായത് തർക്കങ്ങൾ. എണ്ണ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ റഷ്യയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് യുഎസ്. അപ്പം അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബാബ വാങ്കയുടെ പ്രവചനത്തോട് അടുത്തു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ലോകത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ന് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുന്നു എന്നതാണ് ബാബ വാങ്കയുടെ പ്രവചനം സൂചിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ കടന്നുകയറ്റവും വലിയൊരു രീതിയിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയെക്കുറിച്ചും ബാബ വാങ്കെ ഇതിൽ പ്രവചിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യ ശബ്ദങ്ങൾ ഉൾപ്പെടെ തന്നെ സൃഷ്ടിക്കുന്നതും മറ്റു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നിർമ്മിത ബുദ്ധി ഇപ്പോൾ വളരെയധികം വേഗത്തിലായി തന്നെ അല്ലെങ്കിൽ വലിയൊരു കുതിച്ചുകയറ്റമാണ് AI ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് മനുഷ്യനിർമ്മിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചിലർ ഇതിനെ മനുഷ്യരാശിയുടെ പുരോഗതിയായി കാണുമ്പോൾ, എന്നാൽ മറ്റു ചിലരാകട്ടെ ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ വളരെ അസ്വസ്ഥരായി തന്നെയാണ് കാര്യങ്ങൾ അതിനെ നോക്കി കാണുന്നത്. മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും ഇപ്പോൾ AI സഹായത്തോടു കൂടി തന്നെ ചെയ്യുന്നതിനാൽ നിർമ്മിത ബുദ്ധിയുടെ വേഗത്തിലുള്ള അതിനിയന്ത്രണമായ വളർച്ച വലിയൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ഷണത്തിലേക്കാണ് ബാബ വാങ്കയുടെ പ്രവചനം ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ബാബ വാങ്കയുടെ പ്രവചനം ശരിയാണെങ്കിൽ 2016 തന്നെ AI എല്ലാം മാറ്റിമറിക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം അതും വലിയ രീതിയിൽ നമുക്ക് അപകടകരം തന്നെയാണ്. ബാബ വാങ്കയുടെ പ്രവചനം പല രീതിയിലും ഇതിനോടകം തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ പോലും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം പലരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. ബഹിരാകാശത്ത് ജീവജാലങ്ങളെ കണ്ടെത്തുന്നത് അത് ശാസ്ത്രത്തിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റത്തെയാണ് സൂചിപ്പിച്ചിരുന്നതെങ്കിൽ 2026 നവംബറിൽ ഒരു ഭയാനകമായ അല്ലെങ്കിൽ ഭീമാകരമായ അന്യഗ്രഹ ഒരു പേടകം ഭൂമിയിലേക്ക് പറന്നിറങ്ങുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചിരിക്കുന്നത്. ഈ അമ്പരപ്പിക്കുന്ന ആകാശവാതകം മനുഷ്യർ ആദ്യമായി തന്നെ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുന്നതിന് തുടക്കം കുറിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത് ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആയതിനാൽ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ബാബ വാങ്കയുടെ സംസാര രീതിയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രവചനങ്ങളാണെങ്കിൽ പോലും കൂടുതലായി അതിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുകയും അവർ പറയുന്നത് എത്രത്തോളം സത്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ അവരിലേക്ക് തന്നെ കൂടുതൽ അല്ലെങ്കിൽ ആകർഷിക്കുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്നത്. നമുക്കറിയാം ബിഗോറിയൻ സ്വദേശിയായ ബാബ വാങ്കയുടെ പേര് അത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറെ അധികം വർഷങ്ങളാകുന്നു. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലും
എല്ലാം തന്നെ അവർ വളരെയധികം സ്പഷ്ടമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടുകൂടി തന്നെ ലോകത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങളാകട്ടെ വാവ വാങ്കിയുടെ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പ്രവചനങ്ങൾ പലതും സത്യമായതോടുകൂടി തന്നെ വളരെയധികം അമ്പരപ്പോട് കൂടിയിട്ടാണ് ഓരോ പുതിയ പ്രവചനങ്ങൾക്കായും ലോകം ഉറ്റുനോക്കി അല്ലെങ്കിൽ ലോകം അവരുടെ പ്രവചനത്തിനായി കാത്തിരിക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് ഈ 2026 കൂടി തന്നെ നടക്കാനിടയുള്ള സംഭവങ്ങളെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ വളരെ ഭയാനകമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്തെ കാർന്നു തിന്നും എന്ന തരത്തിൽ അവർ പ്രവചനം നടത്തിയിരിക്കുന്നത്. ആ ഒരു പ്രവചനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ദോഷങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും എത്രത്തോളം അപകടകരമായിരിക്കും ആ കാര്യങ്ങൾ എന്നതാണ് ഈ ഒരു പ്രവചനത്തിലൂടെ തന്നെ ഇപ്പോൾ വാവ വാങ്കെ ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചു പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.